ഓരോ ദിവസവും കഴിയുന്തോറും സത്യനാഥൻ മദ്യപാനം കൂടിക്കൂടി വരികയാണ്. തൻ്റെ ഭാര്യയും മകളെയും നഷ്ടപ്പെട്ടതോർത്ത് അയാൾ ഒരുപാട് വേദനിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെയാണെങ്കിലോ നമ്മുടെ ഭവാനിയുടെ നോട്ടവും ദേഷ്യവും അവളുടെ വെറുപ്പും എല്ലാം കാണുന്നവന് ഒരു മനസ്സമാധാനം ലഭിക്കുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് ഭൂമിയും അജയുമായുള്ള വിവാഹമൊക്കെ കഴിഞ്ഞ ഒരു സമയമൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ സത്യനാഥനാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം വല്ലാണ്ടങ്ങ് ഛർദ്ദിക്കുന്നുണ്ട്. ജോലിക്കാരൻ വന്ന് നോക്കുമ്പം ചോര ഛർദ്ദിച്ച് തറയിൽ കിടക്കായിരിക്കും. സത്യനാഥൻ സാറേ എന്താ പറ്റിയത് എന്ന് ചോദിച്ചുകൊണ്ട് ഓടി വന്ന് കുലുക്കി വിളിക്കുകയാണ്. വിളിച്ചു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. ഒരനക്കവും കാണുന്നില്ല. ഇത് കണ്ടയാൾ പാനിക്കാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ സൗഭാഗ്യപുരത്തേക്ക് കോള് ചെല്ലുന്നുണ്ട്. അവിടുന്ന് എത്രയും പെട്ടെന്ന് അജയ് വണ്ടിയുമായി വരികയാണ്. അങ്ങനെ വന്ന് സത്യനാഥനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അതുപോലെ സത്യനാഥൻ്റെ അമ്മയും അതുപോലെ നമ്മുടെ മാധവനും എല്ലാവരും അജയും ഭൂമിയും എല്ലാവരും തന്നെ ആ ഒരു കൂടെ പോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ ICUവിലേക്ക് കയറ്റാണ്. ICUവിലേക്ക് കയറ്റി ഡോക്ടർമാർ ചെക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞ് ഡോക്ടർ ഇറങ്ങി വരുമ്പം അമ്മ അവിടുന്ന് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. മുത്തശ്ശി എന്താ ഡോക്ടറെ, എൻ്റെ മോൻ എന്താ പറ്റിയത് എന്ന് ചോദിക്കുകയാണ്. ഇതിപ്പം മദ്യപാനം തുടങ്ങിയിട്ട് എത്ര കാലമായി? അവൻ്റെ മോളെയും ഭാര്യയും നഷ്ടപ്പെട്ടു. അന്ന് തൊട്ടേ അവൻ ചെറിയ രീതിക്ക് മദ്യപിക്കുമായിരുന്നു. പിന്നെ അത് കൂടിക്കൂടി വന്നു. ഇപ്പം അവൻ മദ്യത്തിന് അഡിക്റ്റായി എന്ന് പറയാണ്. അപ്പം ഏകദേശം എത്ര വർഷം എന്ന് ചോദിക്കുമ്പോൾ 10-23 വർഷമായിട്ട് അവൻ മദ്യപാനത്തിലുണ്ട്. ഞങ്ങളൊക്കെ കുറേ വിലക്കാൻ ശ്രമിച്ചിട്ടും അവൻ നടന്നില്ല. അവൻ്റെ മനസ്സിൻ്റെ വിഷമം അത്രത്തോളം ഉണ്ട് എന്ന് പറയാണ്. എങ്കില് എല്ലാം അവസാനിച്ചു എന്ന് കരുതിയാൽ മതി. ആൾക്ക് ലിവർ സിറോസിസ് ആണ്. ലിവർ മാറ്റിവെക്കുന്നല്ലാതെ ഇതിനൊരു പോംവഴിയും ഞാൻ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ലിവർ കംപ്ലീറ്റ് ആയിട്ട് തീരാറായി. ഇനി അധിക ദിവസം ഉണ്ടാവുമെന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷെങ്കിൽ ലിവർ മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേട്ട് എല്ലാവരും പൊട്ടിക്കരയാണ്. സംഗീതയും മാധവനും ഭൂമിയും അജയും എല്ലാവരും ഉണ്ട് കൂടെ. ഭവാനിയാണെങ്കിൽ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അതേടാ, നീയും ഉരുകി തീരണം. നീയും ഇങ്ങനെ രക്തം ഛർദ്ദിച്ച് മരിക്കണോടാ. എൻ്റെ ഭർത്താവ് എങ്ങനെയാണോ മരിച്ചത് അതുപോലെ നീയും സമാധാനം ഇല്ലാതെ കിടന്ന് മരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഭവാനി മനസ്സിൽ കരുതിക്കൊണ്ട് നിൽക്കാണ്. ഭൂമിയും വല്ലാണ്ട് കരയുന്നുണ്ട്. അദ്ദേഹത്തിന് ബ്ലഡ് ഗ്രൂപ്പും സാമ്പിൾസും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനൊത്ത ഒരാളെ എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് നിങ്ങൾ നോക്കണം. ഇന്ന് അല്ലെങ്കിൽ നാളെ തന്നെ ഓപ്പറേഷൻ നടത്തിയാൽ ആളുടെ ജീവൻ പിടിച്ചു നിർത്താം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനാവില്ല. ദൈവത്തോടെ പ്രാർത്ഥിക്കാം എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അകത്തേക്ക് കയറി പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശിക്ക് തലകറങ്ങുന്നതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ ഭവാനിയും സംഗീതയും എല്ലാം ചേർന്ന് പിടിക്കുകയാണ് മുത്തശ്ശീനെ. അമ്മ ഈ സമയത്ത് സ്ട്രോങ് ആയിട്ട് ഇരിക്കേണ്ടതല്ലേ? ഞങ്ങളെയും കൂടി അമ്മ ഇങ്ങനെ പേടിപ്പിക്കല്ലേ എന്ന് പറയുമ്പം എൻ്റെ മോൻ ഇത്രയും വർഷമായി 10-23 വർഷമായിട്ട് അവൻ ഈ ഒരു വിഷമം അനുഭവിക്കാം. എന്തിനാ ഈശ്വര അവനോട് ഇങ്ങനൊരു ചതി ചെയ്തത്? ഈ ഒരു വിധി അവൻ എന്തിനാ കൊടുത്തേ? അവൻ്റെ ഭാര്യയും മകളെയും കാണാതായ അന്ന് മുതലാ അവൻ ഇങ്ങനെ തുടങ്ങിയത്. അന്ന് മുതൽ അവൻ നീറ് ജീവിക്കാം. ദാ ഇപ്പം ഈ ഒരു സമയത്തും അവൻ ഇങ്ങനെയാണല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് മുത്തശ്ശി കരയുന്നുണ്ട്. മകളെ ഭാര്യയെ കാണാതായ അന്ന് മുതലേ എൻ്റെ മകൻ അങ്ങനെ നീറി കഴിയായിരുന്നു. ഇപ്പോൾ ഈ ഒരു അസുഖം കൂടി വന്നല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോനെ അജയ്? മാധവ എന്താ ചെയ്യുക എന്നാ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വീണ്ടും കരയാണ്. അപ്പോഴേക്കും അജയ് മുത്തശ്ശി വിഷമിക്കണ്ട, ഞാൻ ഡോക്ടറെ കയറുന്ന കാണട്ടെ, എന്താണെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സംഗീതയും മാധവനും അതുപോലെ അജയും കൂടെ കയറി ഡോക്ടറെ കാണുന്നുണ്ട്. ഡീറ്റെയിലായിട്ട് കാര്യങ്ങളെല്ലാം ചോദിക്കുകയാണ്. മുത്തശ്ശി എന്നുകൊണ്ട് ഞാൻ അത്രയൊക്കെ പറഞ്ഞുള്ളൂ. ശരിക്ക് പറഞ്ഞാൽ ഇനി അധികം ആയുസില്ല. 2-3 ദിവസം കൂടി കൂടിപ്പോയാൽ. കാരണം ലിവർ സിറോസിസ് ലാസ്റ്റ് സ്റ്റേജിലാണ്. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. അതല്ല, കരൾ മാറ്റിവെക്കുന്ന വലിയൊരു സർജറി ഉണ്ട്. അത് ചെയ്യുകയാണെങ്കിൽ ജീവൻ പിടിച്ചു നിർത്താം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് ഡോക്ടർ പറയാണ്. മദ്യപാനം ഇത്ര വർഷമായിട്ട് തുടർന്ന് പോകുന്ന ഒരാളെ ഡീഅഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടാക്കിയെങ്കിലും നിങ്ങൾക്ക് രക്ഷപ്പെടുത്താമായിരുന്നില്ലേ? നിങ്ങൾ അത്രയ്ക്ക് കെയർലെസ് ആണോ? ഒരാളുടെ ജീവൻ നശിക്കുന്നത് കണ്ട് നിങ്ങളെ മിണ്ടാതിരുന്നതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സംഗീത പറയാണ്, ഡോക്ടർക്ക് ഫാമിലി മാറ്റേഴ്സ് എല്ലാം അറിയാലോ. മകളെ ഭാര്യ നഷ്ടപ്പെട്ട ഒരാളാ. ഇത്രയും കാലം അതോർത്ത് നീറ് ജീവിക്കുകയാണ്. അതുകൊണ്ടാ ഞങ്ങൾക്കാർക്കും ഒന്നും തടയാൻ കഴിയാഞ്ഞത്. തടയാനൊക്കെ പലതവണ ശ്രമിച്ചതാ. അതുകൊണ്ട് വീട് മാറിപ്പോയി താമസിച്ചു. ഞങ്ങളുടെ കൺട്രോളല്ല. അമ്മ പറഞ്ഞാൽ പോലും മദ്യപാനത്തിനൊരു അറുതിയില്ല എന്ന് പറയുന്നുണ്ട്. എങ്കിലും ഇത് വല്ലാത്തൊരു കടന്ന കൈയായിപ്പോയി. ഇത്രയും റിലേറ്റീവ്സ് ഉണ്ടായിട്ട് അദ്ദേഹത്തിന് സംഭവിച്ചല്ലോ എന്ന് ഡോക്ടർ പറയുന്നുണ്ട്.
അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെത് റെയർ ബ്ലഡ് ഗ്രൂപ്പാണ്. അത് കിട്ടാൻ വലിയ പാടാ. ബ്ലഡ് പോലും കിട്ടാൻ വലിയ പാടാ. ആ സമയത്ത് മാച്ചിങ് ആയിട്ടുള്ള കരൾ ഇന്ന ദിവസത്തിനുള്ളിൽ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കുമോ എന്ന് അജയോട് ചോദിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെയും പോകും ഡോക്ടർ. എവിടെ നിന്നാണെങ്കിലും ഞാൻ സംഘടിപ്പിക്കും. അതത്ര ഈസി അല്ല അജയ്. കാരണം ബ്ലഡ് ഗ്രൂപ്പ്, ഒന്നാമത്തെ കാര്യം ആ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അത് കിട്ടാൻ വളരെ പ്രയാസമാണ്. ഒരു 1000 പേരിൽ 1-2 പേര് മാത്രമേ അത് കാണുള്ളൂ. അതിലും ആരോഗ്യവാനായ, മദ്യപിക്കാത്ത, കരളിന് വേറെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളെ കിട്ടണം. അത് മാത്രമല്ല അവർ കരൾ തയ്യാറുമാകണം. ഇത്രയും സമയത്തിനിടയ്ക്ക് അങ്ങനെ ആരെ കണ്ടെത്താനാ? അത് ചാൻസ് തീരെ കുറവാ. ഇന്ന് ഒറ്റ ദിവസമേ സമയം തരുന്നുള്ളൂ. നാളെ ഓപ്പറേഷൻ നടത്തണം, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ഡോക്ടർ പറയാണ്. ഇത് കേട്ട് സംഗീതമാണെങ്കിൽ പൊട്ടി കരയുന്നുണ്ട്. എൻ്റെ ഏട്ടനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. പാവം ഇത്രയും നാളിടയ്ക്ക് സന്തോഷം എന്താണെന്ന് ആ പാവം അറിഞ്ഞിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 3-4 വർഷം മാത്രമേ ഭാര്യയുടെ കൂടെ മകളുടെ കൂടെ ജീവിച്ചുള്ളൂ. ആ കാലം മാത്രമേ ആ പാവം സമാധാനത്തോടെ ജീവിച്ചിട്ടുള്ളൂ. അത് നിന്നോളം എന്നും കരച്ചിലും കണ്ണീരും മാത്രമാണ്. ആ പാവത്തിന് ഇങ്ങനൊരു വിധി ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് സംഗീത കരയാണ്. ഞാൻ പറഞ്ഞല്ലോ സംഗീതേ, എനിക്കിതിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഞങ്ങൾ നോക്കുന്നുണ്ട് എന്നാ ഡോക്ടർ പറയാണ്. അങ്ങനെ സംഗീതനെ പിടിച്ചുകൊണ്ട് മാധവനും അജയും കൂടി പുറത്തേക്ക് വരികയാണ് കേട്ടോ. വന്നതിന് ശേഷം പറയുന്നുണ്ട്, ഇന്ന് തന്നെ ആ കരള് ദാനം ചെയ്യാനുള്ള ആളെ കണ്ടെത്തണമേ. അത് കുറച്ച് റിസ്ക്കാ മോനെ. എത്ര കോടി വേണമെങ്കിലും ഞാൻ കൊടുക്കാം. എൻ്റെ മോനെ രക്ഷപ്പെടുത്തണം. അതിന് തയ്യാറായുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് മോനെ നോക്ക് അമ്മേ. അതിന് പ്രധാന കാരണം അമ്മാവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഈ ആർക്കും ഇല്ലാത്തൊരു റെയർ ബ്ലഡ് ഗ്രൂപ്പാണ്. അത് അമ്മയ്ക്ക് അറിയാമല്ലോ. അത് മാത്രമല്ല, കരൾ കൊടുക്കുന്ന ആളുടെ പ്രായം, പിന്നെ അയാളെ മദ്യപിക്കാൻ പാടില്ല, അയാൾ കരൾ തരാൻ തയ്യാറായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒറ്റ ദിവസം കൊണ്ട് നമുക്കത് തയ്യാറാക്കാൻ പറ്റുമോ? വെറും 5-6 മണിക്കൂർ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആ ഒരാളെ കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള ആ ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളെ കൊണ്ട് തന്നെ ബ്ലഡ് പോലും കണ്ടെത്താൻ ആവില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെതായ രീതിക്ക് ഞാൻ മാക്സിമം അന്വേഷിക്കാം. നാളെ ഓപ്പറേഷൻ നടക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത്രയ്ക്ക് സീരിയസാ മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് അജയും സങ്കടപ്പെടുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഞാൻ എന്ത് വേണമെങ്കിലും നേർച്ച ചെയ്തേക്കാവേ. എത്ര പാവപ്പെട്ട കുട്ടികൾക്ക് വേണമെങ്കിലും ഞാൻ ആഹാരം കൊടുക്കാം. എൻ്റെ മോനെ നീ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നേർച്ച ചെയ്യാണ്. ഭൂമി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഏത് ബ്ലഡ് ഗ്രൂപ്പാണ് സാറിൻ്റെ എന്ന് ചോദിക്കുകയാണ്. റെയർ ബ്ലഡ് ഗ്രൂപ്പാ ഭൂമി. നടക്കുമെന്ന് തോന്നുന്നില്ല. O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. നമ്മുടെ കുടുംബത്തിൽ വേറെ ആർക്കും ഇല്ല. സത്യനാരായണ അമ്മാവന് മാത്രമേ ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളൂ എന്ന് പറയാണ്. അജയ്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാ. O നെഗറ്റീവാ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്. നിൻ്റെയോ? അതെ അജയ്, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാ. പക്ഷെ അമ്മയുടെ അച്ഛൻ്റെയൊക്കെ വേറെയാ. B പോസിറ്റീവും A പോസിറ്റീവായിരുന്നു. പക്ഷെ എൻ്റെ മാത്രം റയർ ബ്ലഡ് ഗ്രൂപ്പാണെന്ന് അവരെപ്പോഴും പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പോഴേക്കും മുത്തശ്ശി ഭൂമിമോളെ എന്ന് വിളിക്കുമ്പം, മുത്തശ്ശി എന്നോടൊന്നും പറയണ്ട. എനിക്കറിയാം, എൻ്റെ സാറ് എൻ്റെ അച്ഛനെ പോലെയാ. ഇവിടെ വെച്ചല്ല, ആദ്യം മുതൽക്കേ ഞാൻ അങ്ങനെയാ കാണുന്നത്. അദ്ദേഹത്തിന് കരൾ കൊടുക്കാൻ എനിക്കൊരു മടിയുമില്ല. അതിനെനിക്ക് പൂർണ്ണ സമ്മതമാണ് എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഈശ്വര, ഇത്രയും ചെറിയ പ്രായത്തിലുള്ള നിന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് മോളെ എന്ന് സംഗീത പറയുമ്പം, നമ്മുടെ സാറിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ, എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനല്ലേ. എനിക്കൊരു കുഴപ്പമില്ല. ഒരാളുടെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ട് നിൽക്കുമല്ലോ. എൻ്റെ അച്ഛനോ പോയി, ഇനി ഈ അച്ഛനും കൂടി ഒന്നും സംഭവിക്കരുത് എന്ന് പറയുന്നുണ്ട്. ഭൂമി, നീ തയ്യാറാണോ? ശരിക്കും നീ ആലോചിച്ചെടുത്ത തീരുമാനമാണോ എന്ന് അജയ് ചോദിക്കുകയാണ്. അതിന് ആലോചിക്കേണ്ട കാര്യമുണ്ടോ സാറേ? ഇത്ര റിസ്ക് പിടിച്ച ഒരു ഓപ്പറേഷൻ, അത് ഇന്നത്തെ തന്നെ കരൾ വേണം. അങ്ങനെയുള്ളപ്പോൾ, ഞാനുള്ളപ്പോൾ പിന്നെ വേറെ ആരെ എന്തിനാ തപ്പുന്നേ? ഞാൻ തയ്യാറാ. എനിക്ക് 10-25 വയസ്സായില്ലേ. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമില്ല. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അസുഖമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഞാൻ മദ്യപിക്കാറുമില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റേത് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ്. അത് എപ്പോഴും അച്ഛനമ്മയും പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനി മനസ്സിൽ കരുതുന്നുണ്ട്, അപ്പോൾ ശരിക്കും ഇവള് തന്നെയല്ലേ അയാളുടെ മകള് O നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഇവൾക്കും ഉണ്ടല്ലേ എന്നൊക്കെ ഇങ്ങനെ ഭവാനി മനസ്സിൽ കരുതാണ്. അപ്പോഴേക്കും അജയ് ഭൂമിയും കൂട്ടിക്കൊണ്ട് അജയും സംഗീതയും കൂടി മാധവനും കൂടിയിട്ട് നേരെ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാണ്. ഡോക്ടർ, ഇതെൻ്റെ വൈഫാണ് ഭൂമി. ഇവളുടെ ബ്ലഡ് ഗ്രൂപ്പും ആ സെയിം ബ്ലഡ് ഗ്രൂപ്പാണ് O നെഗറ്റീവ്. ഇവള് കരൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പം, ആണോ? ഇത്ര പെട്ടെന്ന് ആളെ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. വിവാഹത്തിന് ഞാൻ വന്നില്ലല്ലോ, അതുകൊണ്ടറിയില്ല.
അത് വലിയൊരു കഥയാ. അതൊക്കെ പിന്നെ ആവട്ടെ. എന്തായാലും ഇവളുടെ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? അതിന് താൻ തയ്യാറാണോ? നിങ്ങളെല്ലാം കൂടി നിർബന്ധിച്ചിട്ടാണോ? അപ്പോഴേക്കും ഭൂമി പറയുന്നുണ്ട്, അയ്യോ അല്ല ഡോക്ടറെ, എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവാ. റെയറല്ലേ, ഞാൻ ബ്ലഡ് കൊടുക്കാനൊക്കെ പോവാറുണ്ട്. അതുകൊണ്ട് എനിക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എൻ്റെ എല്ലാം ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് പ്രത്യേകിച്ച് കാര്യമായ കുഴപ്പമൊന്നുമില്ല. ഒരസുഖവും ഇല്ല. 25 വയസ്സായി, നോർമൽ വെയിറ്റും ഉണ്ട്. അതുകൊണ്ട് എല്ലാം ഓക്കെ ആയിരിക്കും. ഞാൻ തയ്യാറാ. എത്രയും പെട്ടെന്ന് നടത്തണം, ഇന്ന് തന്നെയെന്ന് ഭൂമി പറയാണ്. അങ്ങനെ ഭൂമിയെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ അകത്തേക്ക് കയറ്റുന്നുണ്ട്. എല്ലാവരും പുറത്ത് പ്രാർത്ഥനയോടെ ഇരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, എൻ്റെ വീട്ടിലേക്ക് ഐശ്വര്യമായിട്ട് വന്ന് കയറിയവളവള്, എനിക്ക് ഉറപ്പാ എന്ന് പറയാണ്. ഇത്രയും ദിവസം മുത്തശ്ശിക്ക് അവളെ കണ്ണിന് കണ്ടുണ്ടായിരുന്നു. കാരണം കള്ളത്തരം കാണിച്ച് വിവാഹം കഴിച്ച് കയറി വന്നതുകൊണ്ട് തന്നെ അവളോട് വെറുപ്പായിരുന്നു കേട്ടോ. എപ്പോഴും ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ സ്വന്തം മകൻ്റെ ജീവൻ അവളെ രക്ഷിക്കാൻ പോവാണെന്ന് അറിഞ്ഞപ്പോൾ മുത്തശ്ശിക്കും അവളോട് വലിയ കാര്യമായി. അങ്ങനെ സത്യനാഥൻ്റെ ഭൂമിയുടെയും ചെക്കപ്പെല്ലാം നടത്താണ്. എല്ലാ ക്രോസ് ചെക്കപ്പും നടത്തുന്നുണ്ട്. അപ്പോൾ ഭൂമിയുടെ കറക്റ്റ് മാച്ചിങ് ആണ് എന്ന് ഡോക്ടർ പറയാൻ കേട്ടോ. ബ്ലഡും സാമ്പിൾസും എല്ലാം അജയെ വിളിച്ച് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും പക്കാ മാച്ചിങ് ആണ്. അച്ഛനെയും മോളെയും പോലെ അത്രയും പെർഫെക്റ്റ് മാച്ചിങ്ങാ. അതുകൊണ്ട് കരൾ കൊടുക്കാൻ ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ നടത്താമെന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അജയ് ഈ വിവരം പുറത്തുനിന്ന് പറയുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് അച്ഛൻ്റെയും മോളുടെയും പോലെ കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് രാത്രിയിൽ തന്നെ ഓപ്പറേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭൂമി ഓക്കെ അല്ലേ മോനെ എന്ന് സംഗതി ചോദിക്കുമ്പം അവളിതിന് 100% ഓക്കെ അമ്മേ, അവൾക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഓപ്പറേഷനൊക്കെ നടക്കുന്നുണ്ട്. രണ്ടുപേരും അപ്പുറം ഇപ്പുറേ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ മേജർ സർജറി നടത്താണ്. അങ്ങനെ ഭൂമിയുടെ കരളിൻ്റെ ഒരു വിഹിതം സ്വന്തം അച്ഛന് തന്നെ അവൾ കൈമാറാണ്. ഇതൊന്നും അറിയാതെ സത്യനാഥൻ അബോധാവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഓപ്പറേഷനൊക്കെ കഴിയുന്നുണ്ട്. 3-4 മണിക്കൂർ കഴിയാണ്. ഡോക്ടർ എന്നിട്ട് പറയുന്നുണ്ട്, ഓപ്പറേഷൻ സക്സസ് ആണ്. ഇപ്പോൾ രണ്ടുപേരും സ്റ്റേബിളാണ്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനാവുള്ളൂ. വിഷമിക്കൊന്നും വേണ്ട. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. ആ കുട്ടീനെ ആ സമയത്ത് ദൈവമായിട്ട് എത്തിച്ചതാണെന്ന് കരുതിയാൽ മതി. അതുകൊണ്ടാണ് നിങ്ങളുടെ മകനിപ്പോൾ ജീവനോടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇന്നോ നാളെയോ ആയുസത്രേ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട്. മുത്തശ്ശിയാണെങ്കിലോ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഭവാനി ഇപ്പോൾ തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, നാശം പിടിച്ചവൻ, ഇനി എങ്ങനെ ചാവെന്ന് കരുതിയതാ. ഇല്ലല്ലോ, അതും ഇല്ലാതായല്ലോ. നീറി അവൻ ജീവിക്കണമെന്ന് കരുതിയതാ. ഇപ്പോൾ വീണ്ടും ഇന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അജയും സംഗീതയും എല്ലാവർക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ 24 മണിക്കൂർ എല്ലാവരും അവിടെ കാത്തിരിക്കുകയാണ്. അതിനുശേഷം ഭൂമിക്കാണ് ആദ്യം ബോധം വരുന്നത്. അങ്ങനെ ഭൂമിക്ക് ബോധം വന്നപ്പോൾ അജയോടും സംഗീതയുടെ മുത്തശ്ശിയോടും ഒക്കെ ഡോക്ടർ ഒന്ന് പറയുന്നുണ്ട്, കയറി കാണേണ്ടവർക്ക് കാണാന്ന്. അങ്ങനെ ഒരു കാണാനായിട്ട് അകത്തേക്ക് കയറാണ്. മുത്തശ്ശി ഓടി വന്ന് ഭൂമിമോളേന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് അവ കുമ്മ കൊടുക്കുന്നുണ്ട്. ഭവാനിക്ക് അതുകൊണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇത്രയും കാലവും അവളെ ഉപദ്രവിക്കാൻ മുത്തശ്ശി കൂടി സൈഡായിരുന്നല്ലോ. ഇപ്പോൾ അത് മാറിയല്ലോ എന്നോർത്ത് അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്ക് സംഗീത വന്നിട്ട്, മോളെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, മോൾക്ക് പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം, ഇല്ലമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാലേ അതിനായിട്ടുള്ള കുഴപ്പമേ ഉള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ഡോക്ടേഴ്സ് എല്ലാം വന്നിട്ട് അവരെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ഭൂമി ഓക്കെയാണ്. ഇനി സത്യനാഥൻ്റെ ടേണാണ്. സത്യനാഥനും കൂടി ഓക്കെ ആയാൽ പിന്നെ എല്ലാം ഓക്കെ ആയി എന്ന് പറയാണ്. അങ്ങനെ സത്യനാഥനാണെങ്കിൽ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കണ്ണു തുറക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയും അജയും സംഗീതയും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അയാളുടെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അല്ല, എനിക്ക് എന്താമേ പറ്റിയത്? എന്താ സംഭവിച്ചേ? ഈ ഹോസ്പിറ്റലിൽ എങ്ങനെ വന്നേ? തലകറങ്ങി വീണത് മാത്രമേ ഞാൻ ഓർക്കുന്നുള്ളൂ എന്ന് പറയാണ്. അജയ് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴാണ് അജയുടെ മുറിവ് വേദനിപ്പിക്കുന്നത് കേട്ടോ. അമ്മേ, ഇതെന്താ സംഭവിച്ചേ? ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ, എന്താ ഇതൊക്കെ എന്നൊക്കെ പറയുമ്പം അജയ് പറയാണ്, അമ്മാവ ടെൻഷൻ അടിക്കാതെ കാര്യമെല്ലാം പറയാം, പാനിക്കാവണ്ട. അമ്മാവന് ലിവർ സിറോസിസ് ആയിരുന്നു. കുറേ വർഷങ്ങളായി തുടങ്ങിയ മദ്യപാനമല്ലേ, അവസാനം അത് കരളിനെ നശിപ്പിച്ചു, അത്ര തന്നെ. ഇപ്പോൾ കരൾ മാറ്റിവെക്കേണ്ട സാഹചര്യമായിരുന്നു. ഒരു ദിവസം മാത്രമേ ഡോക്ടർ സമയം തന്നുള്ളൂ. O നെഗറ്റീവ് റെയർ ബ്ലഡ് ഗ്രൂപ്പ് അല്ലേ അമ്മാവൻ്റേത്. എന്തായാലും ആ സമയത്ത് തന്നെ ആളെ കിട്ടി. ഡോണറെ കിട്ടിയത് കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. അമ്മാവൻ ഇപ്പോൾ ഓക്കെയാ.
ഇപ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇനി മദ്യപിക്കാൻ പാടില്ലെന്നേ ഉള്ളൂ. പുതിയ ആളുടെ കരളല്ലേ എന്ന് പറയുമ്പം ആരാ എനിക്ക് കരൾ വന്നത്? ചുരുങ്ങിയ സമയം കൊണ്ട് ഈ റെയർ എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സംഗീത പറയാണ്, അത് ഭൂമിമോളുടെ കരളാ. ഭൂമിമോളുടെയോ? അതെ, ഭൂമിയുടെ ബ്ലഡ് ഗ്രൂപ്പും അത് തന്നെയാ. നിങ്ങൾ രണ്ടുപേരെ ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ രണ്ടുപേരെ മാച്ചിങ്ങാ. എല്ലാ കാര്യം കൊണ്ടും ഓക്കെ ആണെന്നാ ഡോക്ടർ പറഞ്ഞത്. അച്ഛനെ മോളെയും പോലെയാണെന്നാ ഡോക്ടർ പറഞ്ഞത്. എന്നിട്ട് ആ കുട്ടി സമ്മതിച്ചോ? പിന്നെ അവൾക്ക് 100% സമ്മതമായിരുന്നു. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവളുടെ അച്ഛനോ മരിച്ചുപോയി, ഈ അച്ഛനെങ്കിലും മരിക്കരുതെന്നായിരുന്നു അവളുടെ ആഗ്രഹം. അതുകൊണ്ട് അവൾ ആ കരൾ നൽകിയത്. അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. അവളും കണ്ണു തുറന്നു. എനിക്ക് അവളെന്ന് കാണണം. ഇപ്പം എന്തായാലും അത് നടക്കില്ല. 24 മണിക്കൂർ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഒരു ദിവസം കൂടെ കഴിയട്ടെ. രണ്ടുപേർക്കും ഒരു റൂമിൽ തന്നെ സെറ്റാക്കാം. അപ്പം കുഴപ്പമില്ലല്ലോ, രണ്ടുപേർക്കും കണ്ടുകൊണ്ട് കിടക്കാം എന്ന് സംഗീത പറയാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, ഡോക്ടർ ഒരു ദിവസം മാത്രം ആയുസ് പറഞ്ഞുള്ളൂ. ആ സമയത്ത് ഭൂമിമോള് ഈശ്വരനെ പോലെ വന്ന് സഹായിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് സത്യനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. നിന്നോട് എത്ര തവണ ഞാൻ പറഞ്ഞതാ മദ്യപിക്കല്ലേന്ന്. നീ എന്നിട്ട് കേട്ടോ? ഇപ്പൊ കണ്ടില്ലേ അവസ്ഥ എന്തായിരുന്നു എന്ന്? ലിവർ സിറോസിന്റെ ലാസ്റ്റ് സ്റ്റേജായിരുന്നു അമ്മാവാ. ഒരു ദിവസം മാത്രമേ ഡോക്ടർ ആയുസ് പറഞ്ഞിരുന്നുള്ളൂ. എന്തായാലും ഇത് ഭാഗ്യമായി എന്ന് പറയുന്നുണ്ട്. സത്യൻ പറയാണ്, ഞാൻ പിന്നെ എന്ത് ചെയ്യാനാടാ? എൻ്റെ ഭാര്യ, എൻ്റെ മകൾ, എൻ്റെ ജീവിതം തന്നെ പോയില്ലേ? അതിൻ്റെ കൂടെ ഭവാനിയുടെ ഭർത്താവിനെ കൊന്നത്, എൻ്റെ സ്വന്തം അനിയനെ കൊന്നത് ഞാനാണെന്നല്ലേ ഭവാനി പറയുന്നത്? അങ്ങനെ എൻ്റെ മാനസികാവസ്ഥ ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു മുഴുവൻ ഭ്രാന്തനാവുന്നതിനും പകരമാണ് ഞാൻ ആ മദ്യത്തിന് അഭയം തേടിയത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അപ്പോൾ സംഗീത പറയാണ്, അതെ, ഇപ്പൊ പുതിയൊരാളുടെ കരള അകത്തിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരാളെന്ന സാധനം ഭംഗിയായി സൂക്ഷിക്കണമെന്ന് അറിയാലോ. ഇനി അതിനൊരു കേടുപാടുണ്ടാകാൻ പാടില്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ ഇനിയിപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകേണ്ട കാര്യമില്ല. തറവാട്ടിൽ തന്നെ നിന്നാൽ മതി. അവിടെ നിന്ന് ഞങ്ങൾ ശുശ്രൂഷിച്ചോളാം ആ ഏട്ടനെ. അതുകൊണ്ട് എങ്ങും ഇനി ഏട്ടൻ പോവണ്ട എന്ന് പറയാണ്. അങ്ങനെ 2-3 ദിവസം കഴിയുന്നുണ്ട്. അങ്ങനെ ഭൂമിയെയും അജയനെയും ഒരേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണേ. അങ്ങനെ രണ്ടുപേരെയും എല്ലാവരുടെ ശുശ്രൂഷിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെ രണ്ടുപേർക്കും നല്ല പെയിനാണല്ലോ. രണ്ടുപേരും പരസ്പരം നമ്മുടെ സത്യന് ഭൂമിയെ ഇഷ്ടമില്ലായിരുന്നു. ഇങ്ങനൊരു കള്ളക്കല്യാണം നടത്തിയത് കൊണ്ട് തന്നെ എല്ലാവർക്കും അവളുടെ വെറുപ്പായിരുന്നു. ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ സത്യനും അവളുടെ വലിയ ഇഷ്ടമായി. തന്നെ ഈ ഒരു അവസ്ഥയിൽ സഹായിക്കാൻ മുമ്പോട്ട് ആ കുട്ടി തന്നെ വന്നല്ലോ എന്ന് സത്യൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സത്യന് അവളോട് വലിയൊരു ഇഷ്ടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും ഡിസ്ചാർജ് ചെയ്യാണ്. അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. വീട്ടിലേക്ക് ചെന്നതിന് ശേഷം സത്യൻ ഭൂമിയോട് പറയാണ്, ആരും ഇങ്ങനൊന്നും ചെയ്യില്ല. ഇത്രയും ചെറിയ പ്രായത്തിലെ നിന്റെ സൗന്ദര്യം പോകുന്നോ ഒന്നും കരുതാതെ എനിക്ക് വേണ്ടി ഇതിന് സമ്മതിച്ചില്ലേ? ഈ കരൾ കൊടുക്കാനൊന്നും ആരും തയ്യാറാവില്ല. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോ. എൻ്റെ വീടോ എന്ത് വേണം നിനക്ക്? എന്ത് വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം. അയ്യോ സാറേ, അങ്ങനെ പ്രതിഫലത്തിന് വേണ്ടിയല്ല ഞാൻ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, സാറിനെ ആദ്യം കണ്ടപ്പോൾ തൊട്ടേ ഞാൻ അച്ഛനെന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്. സാറല്ലേ ഇടയ്ക്കത് വേണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഇതിപ്പോൾ ഞാൻ കാണുന്ന 2ാമത്തെ അച്ഛനാ. ആ ഒരവസ്ഥയിൽ അച്ഛനെ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമ്മാനമെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. എൻ്റെ സ്വന്തം അച്ഛനാണെങ്കിൽ ഞാൻ ചെയ്യില്ലേ? പിന്നെ എന്തിനാ വേറെ വ്യത്യാസം പറയുന്നേ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. ആരോടും എനിക്ക് ഒരു വെറുപ്പുമില്ല, ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയോട് സത്യൻ പറയുന്നുണ്ട്, ഞാൻ മരിക്കാത്തതിന് കാരണം ഒന്നേ ഉള്ളൂ. എൻ്റെ മകളും എൻ്റെ ഭാര്യയും എന്നെങ്കിലും എന്നെ അന്വേഷിച്ച് വരുമെന്നുള്ള ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ മരിക്കാതെ ഇത്രയും നാളും പിടിച്ചു നിന്നത്. അല്ലെങ്കിൽ എന്ന് ഞാൻ മരിച്ചു പോയനെ. ഈ ഒരു ജീവൻ കിടക്കുന്നത് പോലും അതിനു വേണ്ടിയാ, എൻ്റെ മകളെയും എൻ്റെ ഭാര്യയും കാണാൻ. അതുകൊണ്ട് ആ ജീവൻ തിരിച്ചു തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് എന്ന് ഭൂമിയോട് പറയാണ്. എന്തിനാ സാറേ നന്ദിയൊക്കെ പറഞ്ഞത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാ എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സംഗീത രണ്ടുപേരെയും നന്നായി തന്നെ ശുശ്രൂഷിക്കുന്നുണ്ട്. അജയ്ക്കും വലിയ സന്തോഷമാവാണ്. ഈ ഒരു ഇൻസിഡൻറ്റോട് കൂടിയിട്ട് ഭൂമിയെ വെറുത്തിരുന്ന അച്ഛമ്മയും അതുപോലെ സത്യനുമൊക്കെ ഭൂമിയെ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. അത് കണ്ടിട്ട് അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഭൂമിയെ കുറേ ദിവസം കാണാഞ്ഞിട്ട് അംബിക അജയ് വരുമ്പം ചോദിക്കുന്നുണ്ട്,
എൻ്റെ മോളെവിടെ, അവൾക്കെന്താ സംഭവിച്ചത്, അവളെന്താ വരാത്തെ എന്നൊക്കെ ചോദിക്കുമ്പം സത്യനാണെങ്കിൽ നടന്ന സംഭവങ്ങളെല്ലാം പറയാണ്. എൻ്റെ ഈശ്വര, ഇത്രയും ചെറുപ്രായത്തിൽ അവൾ ഓപ്പറേഷൻ ചെയ്തെന്നോ, എന്തൊക്കെയാ മോനെ പറയുന്നേ. അത് പിന്നെ അമ്മാവൻ്റെ ജീവൻ രക്ഷിക്കാൻ അവൾ തന്നെയാണ് മുന്നിട്ടിറങ്ങിയത്. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞതാ. അവൾ അങ്ങനെ ബ്ലഡ് കൊടുക്കാനൊക്കെ പോവായിരുന്നു. റെയർ ഗ്രൂപ്പില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഹോസ്പിറ്റലുകാരുടെ കാര്യമൊക്കെ മോൻ അറിയാവുന്നതല്ലേ. ആ ഒരു ബ്ലഡ് ഗ്രൂപ്പ് കണ്ടാൽ അവരൊന്നും വിടില്ല. ഹൃദയവും കരളും കിഡ്നിയൊക്കെ വലിയ ആവശ്യക്കാരല്ലേ. അതുകൊണ്ടൊക്കെ ഞങ്ങൾക്ക് പേടിയായിരുന്നു. അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ആരോടും പറയരുതെന്നാ സത്യോടും ഞങ്ങൾ അച്ഛയോടും പറഞ്ഞിരുന്നേ എന്നൊക്കെ അമ്പയ്യൻ പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞു, രണ്ടുപേരും വീട്ടിലുണ്ട്, കുഴപ്പമൊന്നുമില്ല. ആ അത് പിന്നെ മോൻ്റെ ഭാര്യയില്ലേ ഇപ്പോൾ, അതൊക്കെ മോൻ്റെ തീരുമാനങ്ങളല്ലേ എന്ന് അംബിക ചോദിക്കുകയാണ്. ആൻറ്റി, കേസിൻ്റെ കാര്യം ഇപ്പോൾ ഒന്നും ആയിട്ടില്ല. ആ ഫോണ് അത് കണ്ടെത്തിയാൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. എത്രയും പെട്ടെന്ന് അത് കണ്ടെത്തും. ഞാനും ഭൂമിയും അതിനു വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. ഭൂമി ഇപ്പോൾ സന്തോഷമായിട്ടല്ലേ മോനെ കരയുന്നത്. എനിക്കത് മാത്രം മതി. മോൻ്റെ കൂടെ ആ കൊട്ടാരത്തിൽ അവളെ കഴിയുന്നെന്ന് അറിയുമ്പോൾ തന്നെ എനിക്കൊന്ന് സന്തോഷം എന്നറിയോ. അത് മാത്രം മതി ഈ അമ്മയ്ക്ക്. ഈ അമ്മ ജയിലിൽ കിടന്നാലും ഒരു കുഴപ്പമില്ല. എൻ്റെ മോള് സന്തോഷത്തിലല്ലേ, അത് മാത്രം മതി എന്ന് പറയാണ്. പക്ഷെ സമൂഹത്തിലും മറ്റെല്ലായിടത്തും അച്ചുവേട്ടനെ കൊന്നത് ഞാനാണെന്ന് കേൾക്കുമ്പോൾ എനിക്ക് മാനസികമായി വലിയ പ്രയാസമാണ്. അത് മാത്രം ഒന്ന് മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം പോലും ഭൂമി നിങ്ങളെക്കുറിച്ച് പറയാത്തതോ ഓർക്കാത്തതുള്ള ദിവസമില്ല. അവൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ തന്നെയാണ്. അമ്മ, അച്ഛൻ, അത് അവളുടെ ലോകം. അത് കഴിഞ്ഞിട്ടേ ഞാനുള്ള ആൻറ്റി എന്ന് പറയാണ്. അത് പിന്നെ ഞങ്ങൾക്ക് ഒറ്റ മോളല്ലേ ഉള്ളൂ. ഒരുപാട് സ്നേഹിച്ച് ലാളിച്ചു അവളെ വളർത്തിയത്. അതുകൊണ്ടാണ് 3 വയസ്സിൽ ഞങ്ങളുടെ കൈ കിട്ടിയതല്ലേ എന്ന അബദ്ധത്തിൽ അംബിക പറയുമ്പോൾ 3 വയസ്സിലോ, അത് പിന്നെ അറിയാതെ പറഞ്ഞു പോയതാ. അപ്പോഴേക്കും പോലീസുകാരൻ വന്നിട്ട് സമയമായെന്നും പറഞ്ഞുകൊണ്ട് അംബികനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. 3 വയസ്സിൽ കിട്ടിയതോ എന്നിങ്ങനെ സംശയത്തോടെ അവിടെ തന്നെ നിൽക്കുകയാണ് അജയ്. അംബിക ഒന്നും മിണ്ടാതെ ഭൂമി അജയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.